പിണറായി വിജയന് സ്വന്തം കാര്യം നോക്കാൻ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ആളാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയാതെ പറയുകയാണോ, പിണറായി വിജയന് ഭരിക്കാൻ അറിയില്ല എന്ന് പറയാതെ പറയുകയാണോ ചെയ്യുന്നത്? ഭരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനാസ്ഥ കാണിക്കുന്ന ഒരാൾക്കെതിരെ ഒരു നോട്ടീസ് എങ്കിലും കൊടുക്കുകയും, നോട്ടീസ് കൊടുക്കല്ല, അതിനുശേഷം നരഹത്യക്കെതിരെ കേസെടുക്കണ്ടേ, എഫ്ഐആർ എടുക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് ദുരന്തം ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മക്കൾ പഠിച്ചത് എവിടെയാണ്? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പാവങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരാളാണ് എന്ന ധ്വനിയും കൂടെ ഇതിലുണ്ട്. അപ്പം എന്താണ് ഇത്? ഇപ്പം വയനാട് ദുരന്തത്തെ പ്രതിയും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത് എന്താണ്? ശ്രീ പിണറായി വിജയൻ്റെ പല സവിശേഷതകളുണ്ട്. ഒന്ന്, അദ്ദേഹം പാവങ്ങളുടെ കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാത്ത ഒരാളാണ് എന്നുള്ളത്. ഓഖി ദുരന്തത്തിൽ ആ ഒരു ദുരന്ത നിവാരണയുടെ അതോറിറ്റിയുടെ ചെയർമാനായിട്ടും അന്നുണ്ടായ അനാസ്ഥ കൊണ്ട് നൂറുകണക്കിന് ആളുകൾ മരിച്ചോ കാണാതാകുകയോ ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടോ. അപ്പം തീർച്ചയായിട്ടും മാൻ മിസ്സിംഗ് കേസ് മാത്രമല്ല രജിസ്റ്റർ ചെയ്യേണ്ടത്, നരഹത്യക്ക് കേസ് ഇവർക്കെതിരെ എടുക്കേണ്ടതല്ലേ? അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളുടെ ഉപേക്ഷ കൊണ്ടും അനാസ്ഥ കൊണ്ടും ഇത്രയും പേര് മരിക്കാനിടയായി കഴിഞ്ഞാൽ നിയമവാഴ്ചയുള്ള ഏത് നാട്ടിലും നരഹത്യക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും. പക്ഷേ ഇന്ന് വരെ ആ ഉത്തരവാദപ്പെട്ട വ്യക്തിക്കെതിരെ നരഹത്യക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇന്നും ഈ ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെതിരെ നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. കാരണം ദുരന്തങ്ങൾ മരിക്കുന്നതെല്ലാം പാവപ്പെട്ടവർ തന്നെയാണല്ലോ, അല്ലാത്ത വലിയ പണക്കാരൊന്നും അതിൻ്റെ അകത്ത് മരിക്കാറില്ല. ഇനി ദുരന്തങ്ങളുടെ കാര്യം പറഞ്ഞാൽ വയനാട്ടിൽ ഈ വർഷം ഉണ്ടായി. പക്ഷേ ദുരന്തങ്ങൾ കേരളത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അല്ലേ എന്ന് നമ്മൾ ഓരോ വർഷവും 2017 ഓക്കി തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 2017 ഓക്കി, അതിനുശേഷം പ്രളയം, പിന്നെ അത് കഴിഞ്ഞ് ഡാം തുറന്ന് വിടുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. വയനാട്ടിൽ മാത്രമല്ല, ദുരന്തങ്ങൾ നമ്മുടെ എറണാകുളം സിറ്റിയിൽ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഓഫീസുകളിൽ പോലും ആളുകൾ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നില്ലേ? അതുപോലെ ബ്രഹ്മപുരം എന്ന് പറയുന്ന അടുത്ത് ഈ തീ കത്തിയിട്ട് 10-12 ദിവസം തീ നിന്നിട്ട് ഈ സിറ്റിയിലുള്ള ആളുകൾ മുഴുവൻ ഈ വിഷപ്പൊക്കെ ശ്വസിക്കുന്ന അതും ദുരന്തമല്ലേ? അപ്പോൾ ദുരന്തങ്ങളുടെ ഒരു പരമ്പര 2017 മുതൽ ഇവിടെ നടക്കുന്നതിൻ്റെ കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന അന്നത്തെ ചീഫ് സെക്രട്ടറി 2017 അദ്ദേഹത്തിനെതിരെ ഒരു ഷോ കോസ് നോട്ടീസ് എങ്കിലും കൊടുത്തോ? ഭരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനാസ്ഥ കാണിക്കുന്ന ഒരാൾക്കെതിരെ ഒരു നോട്ടീസ് എങ്കിലും കൊടുക്കുകയും, നോട്ടീസ് കൊടുക്കല്ല, അതിനുശേഷം നരഹത്യക്കെതിരെ കേസെടുക്കണ്ടേ, എഫ്ഐആർ എടുക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നീട് ദുരന്തം ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. കാരണം ദുരന്തത്തിൽ മരിക്കുന്നതെല്ലാം പാവപ്പെട്ടവരായതുകൊണ്ട് അതിനെതിരെ ഉത്തരവാദപ്പെട്ടവർക്കെതിരെ ഒരു നടപടി എടുക്കാത്തത് കൊണ്ടാണ് ദുരന്തങ്ങൾ ഇവിടെ തുടർക്കഥയാവുന്നത്. വയനാട്ടിൽ ജില്ലയ്ക്ക് ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന കളക്ടറാണ്. വയനാട്ടിലൊരു ജില്ലാ കളക്ടർ അവിടെ 3 നിലയിൽ കൂടുതൽ ബിൽഡിംഗ് പണിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു, ഉത്തരവിറക്കി. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഭരണക്കാർ, അതായത് ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണോ അത് ഉമ്മൻചാണ്ടി സമയത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കളക്ടറെ അവിടെ നിന്ന് ഉടനെ സ്ഥലം മാറ്റി. അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു ജില്ലയിലെ കളക്ടർ ഒരു നടപടി എടുത്തപ്പോൾ അപ്പോൾ തന്നെ അവിടുത്തെ സ്ഥലം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുരന്തം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒന്ന്, ദുരന്ത നിവാരണത്തിന് വേണ്ടി എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള നടപടി എടുക്കുന്നവരെ നശിപ്പിക്കുകയും അല്ലെ അവിടുന്ന് സ്ഥലം മാറ്റുകയും ആ നടപടി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയും, അതുപോലെ അതിന് ദുരന്ത നിവാരണം അതോറിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവർ ദുരന്തം വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, പിന്നെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊന്നും ചെയ്യുന്നില്ല, അവർക്കെതിരെ നടപടി എടുത്തു, അതുമില്ല. ഇടുക്കിയിലാണെങ്കിലും മൂന്നാറിലൊക്കെ അനധികൃത കയ്യേറ്റമൊന്നും ബിൽഡിംഗ് പണിയിലും അതിനെതിരെ നടപടി എടുത്തവരെ അവർക്ക് ഒത്താശ ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ കേരളത്തിൽ ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നതിൻ്റെ കാരണം 2017 മുതൽ പാവപ്പെട്ടവരുടെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയാതെ പറയുകയാണോ, പിണറായി വിജയന് ഭരിക്കാൻ അറിയില്ല എന്ന് പറയാതെ പറയുകയാണോ ചെയ്യുന്നത്? പിണറായി വിജയന് സ്വന്തം കാര്യം നോക്കാൻ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ആളാണ്. അത് 2 കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത്. ഒന്ന്, ഇവിടുത്തെ പാവങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു പുള്ളിക്ക് വലിയ വിഷയമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഓക്കി ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകൾ കാണാതാകുകയും മരിക്കുകയും ചെയ്തിട്ട് എന്ത് നടപടി എടുത്തിരുന്നെങ്കിൽ ഭരിച്ചവരെല്ലാം ഈ മീൻ പിടിക്കാൻ പോകുന്നവർ ഒന്നും പണക്കാരല്ലല്ലോ, പാവപ്പെട്ടവർ തന്നെയാണ് അവർ. അതുപോലെ വയനാട്ടിൽ എത്രയോ പേര് ഇങ്ങനെ ഇതിനു മുമ്പും ഇങ്ങനെ വീട് പോവുകയും അത് പോവുകയും ഇത് പോവുകയും ചെയ്തു. അവരുടെ പുനരധിവാസമൊക്കെ നടത്തത് മാതൃഭൂമിയാണ് അവിടുത്തെ സ്ഥലം വാങ്ങിച്ചത്. മാതൃഭൂമി എന്തൊരു ഫൗണ്ടേഷൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. ബാക്കി അവിടുത്തെ ആർക്കിടെക്ചർ ഫൗണ്ടേഷനാണ്, ഒരു ആർക്കിടെക്ചർ ഒരു ഗിൽഡോ, അവരാണ് അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി കൊടുത്തത്. നാട്ടുകാർ പണം പിരിച്ചിട്ടാണ് അതിൻ്റെ വീട് പണിതത്.
അപ്പോൾ പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് എന്തിനാണ് ഇവിടെ? ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളും ആൾക്കാരും ഒക്കെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ പാവപ്പെട്ടവർക്ക് എന്ത് താല്പര്യമാണ് അദ്ദേഹം കാണിക്കുന്നത്? രണ്ട്, ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഒരു സമരം നടന്ന അടുത്ത കാലത്ത് ഇപ്പോൾ പുഷ്പൻ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് കിടന്നിരുന്ന ഒരാൾ മരിച്ചല്ലോ. അപ്പോൾ അന്ന് 5ഓളം പേര് കൂത്തുപറമ്പിൽ വെടിവെപ്പ് മരിച്ചു. കാരണം സ്വാശ്രയ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ എം വി രാഘവൻ എത്തിയ സമയത്ത് വെടിവെപ്പുണ്ടായി. അപ്പോൾ ആ സമയത്ത് അന്ന് തലശ്ശേരിയിലെ ASP ആയിരുന്ന രവത ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ, യങ് IPS ഓഫീസർ, ആന്ധ്രാപ്രദേശത്ത് വന്നതാണ്. വന്ന് പുള്ളി കയറുതേ ഉള്ളൂ. ആ സമയത്താണ് ഈ വെടിവെപ്പുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് എന്തെല്ലാം ദുരിതങ്ങൾ ഇവിടെ ഉണ്ടായെന്നുള്ളത് അദ്ദേഹം IPS ഉള്ളത് കൊണ്ട് എനിക്കറിയാം. കാരണം വെടിവെച്ചു, അത് കഴിഞ്ഞ് ഈ CPM-ലെ ആൾക്കാരാണ് മരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ രവത ചന്ദ്രശേഖർ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചു. അദ്ദേഹം വന്നതേ ഉള്ളൂ ഇവിടെ. അവിടുത്തെ ഈ തലശ്ശേരി എന്താണെന്ന് കൂത്തുപറമ്പ് എന്താണെന്ന് അറിയാത്ത യങ് IPS ഓഫീസർ രവത ചന്ദ്രശേഖർ, തലശ്ശേരി ASP ആയിരുന്നു. അദ്ദേഹം ഇവിടെ വളരെ കഷ്ടപ്പെട്ട് താമസിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ. അപ്പം ഒരു ഉദ്യോഗസ്ഥൻ അതിനെ അത്രമേൽ കഷ്ടപ്പെടുത്തുന്ന ഒരു പാർട്ടി ഇപ്പോൾ പാവങ്ങളുടെ പേരും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മക്കൾ പഠിച്ചെവിടെയാണ്? അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ചെയ്തികൾ, ഈ വാക്കുകളെക്കാളും ഇമ്പോർട്ടൻ്റ് ഒരാൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നോക്കിയിട്ടാണല്ലോ നമുക്ക് ആളെ വിലയിരുത്താൻ പറ്റുക. അദ്ദേഹം പറയുന്നതൊന്ന്, ഈ പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യതയുണ്ട്. വളരെ കാര്യക്ഷമമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം.